നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ പാകിസ്ഥാൻ അധീന കശ്മീരിലെ പ്രക്ഷോഭം അത് തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി, അതായത് ചുരുക്കി പറഞ്ഞാൽ ജൂൺ മാസം 5-ാം തീയതി മുതലാണ് ഏറ്റവും ഒടുവിലത്തെ പ്രക്ഷോഭം ആരംഭിച്ചത്. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ആ പ്രക്ഷോഭത്തിൽ അണിനിരന്നിരിക്കുന്നത്. പ്രക്ഷോഭത്തെ നേരിടാനായി പാകിസ്ഥാൻ സർക്കാരും അതുപോലെ തന്നെ പാക് അധീന കശ്മീരിലെ ഭരണകൂടവും പാകിസ്ഥാൻ പട്ടാളവും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. പ്രക്ഷോഭം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രക്ഷോഭകർ തെരുവുകൾ കീഴടക്കിയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. ഒട്ടനവധി പ്രതിഷേധ മാർച്ചുകളും അതോടൊപ്പം തന്നെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ സമരങ്ങളുമൊക്കെ പാക് അധീന കശ്മീരിൽ നടക്കുകയാണ്. ആ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും പാകിസ്ഥാൻ അധീന കശ്മീരിൽ നടന്ന പ്രക്ഷോഭത്തിന് നേരെ പാകിസ്ഥാൻ പട്ടാളം വെടിയുതിർത്തതായും ഒരു പ്രക്ഷോഭകൻ മരിച്ചതായിട്ടുമാണ് വാർത്ത പുറത്തു വരുന്നത്. ജമ്മു കാശ്മീർ പാക് അധീന കാശ്മീർ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്ന പ്രക്ഷോഭകർക്ക് നേരെ ഉമർ ഫറൂഖ് ചൗക്കിൽ വെച്ചാണ് പാകിസ്ഥാൻ പട്ടാളം വെടിയുതിർത്തത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നു മാത്രമല്ല, പ്രക്ഷോഭകരിൽ ഒരാളായ സിയാം ലിയാഖത്ത് എന്ന് പറയുന്ന ഒരു യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ജൂൺ 5-ന് ശേഷം 100-ലധികം ആയി ഉയർന്നിരിക്കുകയാണ്. ഒട്ടനവധി പേർ ഇനിയും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം, കണക്കുകളിൽ ഉൾപ്പെടാതെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നും സംഘടന പറയുന്നുണ്ട്. കാരണം പാക് അധീന കശ്മീരിലെ ഈ പ്രക്ഷോഭത്തെ നേരിടാനായി, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനായി ഒട്ടനവധി കാര്യങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടവും അതുപോലെ തന്നെ പാകിസ്ഥാൻ പട്ടാളവും ചെയ്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ നിരോധിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മാധ്യമ സെൻസറിങ് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ സംഘടനകൾ നൽകുന്ന വിവരങ്ങൾ പുറത്തേക്കെത്തുന്നത്. മാസങ്ങളായി നടന്നു വരുന്ന പ്രക്ഷോഭമാണ് പാക് അധീന കശ്മീരിൽ ഇപ്പോഴും തുടരുന്നത്. പാക് അധീന കശ്മീരിൽ ജനജീവിതം അതീവ ക്ലേശകരമായി മാറിയിട്ട് നാളുകളേറെയായി. പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നതും ഇപ്പോൾ പാക് അധീന കശ്മീരിലെ ജനങ്ങളാണ്. അവർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ ഗോതമ്പും അതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും വൈദ്യുതി ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കുമെല്ലാം പാകിസ്ഥാൻ ഭരണകൂടം വലിയ ചാർജാണ് ഈടാക്കുന്നത്. വൻ വില കൊടുത്ത് ഭക്ഷണവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും വാങ്ങേണ്ടി വരുന്ന ജനങ്ങളുടെ അവസ്ഥ. മാത്രമല്ല, പാക് അധീന കശ്മീരിലെ വിഭവങ്ങൾ പാകിസ്ഥാൻ ചൂഷണം ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നുമില്ല. ഇതാണ് പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാക് അധീന കശ്മീരിലെ ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. എന്നാൽ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയമായ അധികാരം നൽകാതെ പാകിസ്ഥാൻ ഒത്തുകളിക്കുകയുമാണ്. പാക് അധീന കശ്മീരിൽ ഒരു ഭരണകൂടം നിലവിലുണ്ട്. അവിടെ ഒരു നിയമ സംവിധാനമൊക്കെ ഭരണ സംവിധാനമൊക്കെ നിലവിലുണ്ട്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് അത് നടന്നു വരികയുമാണ്. പക്ഷേ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പാകിസ്ഥാനിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അതിനായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കായി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ അവർ കൃത്രിമം കാട്ടുന്നു. പാക് അധീന കശ്മീരിലെ ജനവികാരം എന്തായാലും അതിനെ ഈ സീറ്റുകളിലൂടെ, സംവരണ സീറ്റുകളിലൂടെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് സാധിക്കുന്നു. അങ്ങനെ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം നഷ്ടമാകുന്നു. അവർക്ക് സ്വയം ഭരണത്തിനുള്ള അവകാശം നഷ്ടമാകുന്നു. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഈ രണ്ട് വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ മാസങ്ങളായി അവിടെ വലിയ പ്രക്ഷോഭം നടത്തുന്നത്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്കായി ഇന്ത്യ അതിർത്തികൾ തുറന്നിടണം എന്ന ആവശ്യം പോലും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗമായ ജമ്മു ആൻഡ് കശ്മീരിൽ ഇപ്പോൾ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 2019 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം ജമ്മു കാശ്മീരിൽ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അതിനുശേഷം അവിടെ ജനജീവിതം സാധാരണ നിലയിലാകുന്നു. അവിടം വിട്ടുപോയ ഭീകരവാദ സംഘടനകളുടെ സമ്മർദ്ദം കാരണം, ആക്രമണം കാരണം അല്ലെങ്കിൽ ഭീഷണി കാരണം അവിടെ വിട്ട് പലായനം ചെയ്ത കശ്മീർ പണ്ഡിറ്റുകളടക്കം
ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കശ്മീരിലെ വിനോദസഞ്ചാര മേഖല പുഷ്ടിപ്പെടുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് പോലും കശ്മീരിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പരിക്കുകൾ ഏറ്റിട്ടില്ല. അവിടുത്തെ യുവജനങ്ങൾക്ക് ഇന്ന് തൊഴിലുണ്ട്. സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞ് നടന്നിരുന്ന കശ്മീരിലെ യുവജനങ്ങൾ ഇന്ന് ക്ലാസ് മുറിയിലും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനികളിലുമാണ് സമയം ചിലവഴിക്കുന്നത്. അത് വല്ലാതെ അപ്പുറത്തെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള കശ്മീരിലെ ജനങ്ങളെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഭീകരവാദവും അതുപോലെ തന്നെ മറ്റ് പിന്തിരിപ്പൻ നയങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീരിൽ വലിയ മാറ്റങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ നില അത് അല്ലെങ്കിൽ അവരുടെ ജീവിതം അത് ക്ലേശകരമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മു കാശ്മീർ തിരിച്ചു പിടിക്കണമെന്നും അതായത് പാകിസ്ഥാൻ്റെ കൈവശമുള്ള ജമ്മു കാശ്മീർ തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ഇന്ത്യയിൽ ശക്തമാവുകയാണ്. ഇന്ത്യയിലെ ഭരണകൂടം അതിന് തക്കം പാർത്തിരിക്കുന്നു എന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. എപ്പോൾ വേണമെങ്കിലും ഒരു സൈനിക നടപടിയിലൂടെ പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അതിനുവേണ്ടി ജീവൻ മരണ പോരാട്ടം വേണമെങ്കിലും നടത്തുമെന്നുമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഇന്ത്യൻ സൈന്യവും സർക്കാരിൻ്റെ ഒരു ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൾ കൊണ്ട് പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പാക് അധീന കശ്മീർ ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. എന്നാൽ ചോരപ്പുര ഒഴുകാതെ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി അത് പിടിച്ചെടുക്കാനാണ് കേന്ദ്ര സർക്കാർ താൽപ്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരിലെ സാഹചര്യങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിതിഗതികൾ മോശമായാൽ അവിടെ ഇന്ത്യയുടെ ഇടപെടൽ ഏതു നിമിഷവും ഉണ്ടാകാമെന്ന് പാകിസ്ഥാന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധ സമാനമായ സാഹചര്യം തീർത്തുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളം ഈ പ്രക്ഷോഭത്തെ നേരിടുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇടപെടലുണ്ടായാൽ പ്രതിരോധിക്കാനായി പീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പാകിസ്ഥാനിലെ ഭരണകൂടം അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പട്ടാളം ഇപ്പോൾ ജാഗ്രതയോടുകൂടി നിലകൊള്ളുന്നത്. എന്തായാലും ജനാഭിലാഷം പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് എതിരാണ്. പാകിസ്ഥാൻ മാലായി പിളരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പാക് അധീന കശ്മീർ മാത്രമല്ല, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 11-ാം തീയതി അവരുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കഴിഞ്ഞു. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ പാക് താലിബാൻ എന്ന് അറിയപ്പെടുന്ന സംഘടനയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ പഞ്ചാബിൻ്റെ അധീനതയിൽ വരുന്ന മറ്റു ഭാഗങ്ങൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖല അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ മേഖല എന്നിങ്ങനെ മൂന്നായി പിളർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാക് അധീന കശ്മീർ കൂടി വിട്ടുപോയാൽ പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണമായ തകർച്ച ഉറപ്പാകും. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ ഇടപെടാതെ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുകൂല സാഹചര്യം വരുമ്പോൾ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ എപ്പോഴും നൽകുന്നുണ്ട്. അതേസമയം ബലൂചിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഖൈബർ പഖ്തൂൺഖ്വയിലുമെല്ലാമുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ ഇവിടങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ അതിനെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നു. തെളിവുകളില്ലാതെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തരുതെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവരുടേത് മാത്രമാണ്. പാകിസ്ഥാൻ സർക്കാരിന് ആ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിനെ ഇന്ത്യയെ പഴിച്ചിട്ട് കാര്യമില്ലെന്നുമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അതേസമയം ഇന്ത്യയെ പഴിക്കുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെയും പഴിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമാണ് ഖൈബർ പഖ്തൂൺഖ്വയിലെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. ഈ ആരോപണത്തിനു പിന്നാലെ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണവും നടത്തുന്നുണ്ട്. നേരത്തെ അഫ്ഗാനിസ്ഥാൻ ഇത്തരം വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിക്കുക മാത്രമായിരുന്നു ചെയ്തത്. എന്നാൽ ഇപ്പോൾ താലിബാൻ സൈന്യം അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. വ്യോമസേന പോലും ഇല്ലാതിരുന്നിട്ടും ഡ്രോൺ ആക്രമണങ്ങളടക്കം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നടത്തുന്നുണ്ട് തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണം അതിശക്തമായി ഉന്നയിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയാകട്ടെ തെളിവുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് തെളിയിക്കാൻ പാകിസ്ഥാന്റെ കയ്യിൽ ഒരു രേഖയുമില്ല. മാത്രമല്ല പാകിസ്ഥാനിൽ സുരക്ഷിത താവളം ഒരുക്കി കഴിയുന്ന ഇന്ത്യ വിരുദ്ധരായ ഭീകരപ്രവർത്തകരെ അല്ലെങ്കിൽ ഭീകര നേതാക്കളെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നതിലും വലിയ അമർഷം പാകിസ്ഥാനിൽ ഉണ്ടാവുകയാണ്. പാകിസ്ഥാൻ അതിനും ഇന്ത്യയെ പഴിചാരുകയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പണിയാണിതെന്ന്
പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തെയും പാകിസ്ഥാൻ ഭരണകൂടത്തെയും ജനങ്ങൾ ഇപ്പോൾ അതിനിശിതമായി വിമർശിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ വിശദീകരണം നൽകാനാകാതെ കുഴങ്ങുകയാണ് പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും. ഇന്ത്യയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് അത് പ്രതിരോധിക്കാൻ ഒന്നും ചെയ്യാത്തത് എന്ന ചോദ്യത്തിനും ഉത്തരം പാകിസ്ഥാൻ ഭരണകൂടത്തിനോ പാകിസ്ഥാൻ പട്ടാളത്തിനോ ഇല്ല. അതിനു പുറമെയാണ് പാക്-അധീന കശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ പാക്-അധീന കശ്മീർ ഇന്ത്യയുടെ കയ്യിലിരിക്കുമെന്ന് പാകിസ്ഥാന് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയെയും ചൈനയെയും മുൻനിർത്തി ഇന്ത്യയുടെ ഈ ശ്രമങ്ങളെ പൊളിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ വർഷങ്ങളായി നടത്തുന്നത്. ആ ശ്രമങ്ങൾക്കിടയിലാണ് പാക്-അധീന കശ്മീരിൽ നിന്നു തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യ ഇപ്പോൾ സമ്പൂർണ്ണമായി സ്വതന്ത്രമായി കഴിഞ്ഞുവെന്ന് ബലൂച്ച് പോരാളികൾ അവകാശപ്പെടുന്നുണ്ട്. അവർ അന്താരാഷ്ട്ര സമൂഹത്തോട് ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക രാജ്യമായി അംഗീകരിക്കണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഏതെങ്കിലും രാജ്യം ഈ ബലൂചിസ്ഥാന്റെ അഭ്യർത്ഥനയെ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിന് ഈ മേഖലകളിലുള്ള നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു. ശേഷിക്കുന്ന മേഖലകളിലെ നിയന്ത്രണം അത് ഉറപ്പിക്കാനാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ അതിർത്തികളിലടക്കം വലിയ സേനാവിന്യാസം നടത്തി കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ ആകട്ടെ എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗം കാണേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകുകയാണ്. പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം പാകിസ്ഥാൻ അധീന കശ്മീരിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, സ്ഥിതിഗതികൾ ഇന്ത്യ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പട്ടാളം ഇതിനെ ഏതുവിധേനയും അടിച്ചമർത്താനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രക്ഷോഭകർക്ക് നേരെയുള്ള വെടിവെപ്പ്. ഇറാനിൽ നടന്ന പ്രക്ഷോഭകർക്ക് നേരെ ഇറാൻ ഭരണാധികാരികൾ വെടിയുതിർത്തപ്പോൾ പ്രതികരിച്ച അമേരിക്ക പക്ഷേ പാക്-അധീന കശ്മീരിൽ നടന്ന വെടിവെപ്പുകളെക്കുറിച്ചും അതിൽ 100ഓളം പ്രക്ഷോഭകാരികൾ മരിച്ചതിനെക്കുറിച്ചും മിണ്ടാട്ടമില്ല. എന്തായാലും 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടി പ്രക്ഷോഭത്തിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. പാകിസ്ഥാനിലെ ജയിലറകളിൽ കഴിയുന്ന പാകിസ്ഥാൻ പ്രതിപക്ഷ നേതാവ് ഇമ്രാൻഖാനും ജീവിച്ചിരിപ്പില്ല എന്ന വാർത്തകളും പരക്കുകയാണ്. എന്തായാലും ഇതിൽ സ്ഥിരീകരണം ഉണ്ടായാൽ പാകിസ്ഥാൻ്റെ ശേഷിക്കുന്ന ഭാഗത്തും വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇസ്ലാമാബാദിലേക്ക് ജനം ഇരച്ചു കയറാനും ഇപ്പോഴത്തെ സർക്കാരിനെ വലിച്ചു താഴെയിടാനുമുള്ള സാധ്യതകൾ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇമ്രാൻഖാൻ ഇപ്പോഴും ജനകീയനായ ഒരു നേതാവാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇറക്കിവിട്ടതാണ്, പിന്തുണ പിൻവലിച്ച് ഇറക്കിവിട്ടതാണ് ഇമ്രാൻഖാനെ. അതിന് ഈ സൈന്യത്തിൻ്റെ സഹായവും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും സൈന്യം ഒത്തുകളി നടത്തിയെന്ന ആരോപണവും പാകിസ്ഥാൻ്റെ ഉള്ളിലുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിക്കുന്നു. മാത്രമല്ല ഇമ്രാൻഖാൻ്റെ സ്ഥാനാർത്ഥികൾക്ക്, പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയാതെ വന്നു. അവർക്കെല്ലാം സ്വതന്ത്രരായി മത്സരിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇമ്രാൻഖാൻ്റെ പാർട്ടി വളർന്നു വന്നു. എന്നാൽ ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ ജനവിധിയെ അട്ടിമറിക്കുകയായിരുന്നു. തുടർന്നാണ് അഴിമതി കേസുകൾ ആരോപിച്ച് ഇമ്രാൻഖാനെ ജയിലിലാക്കുന്നത്. നേരത്തെയും ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് ബന്ധുക്കളെ ഇമ്രാൻഖാനെ കാണിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് ഭരണകൂടം അന്ന് ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തേക്ക് കേൾക്കുന്നു. സൈന്യത്തിനകത്ത് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായ വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇമ്രാൻഖാൻ്റെ ബന്ധുക്കളെയോ ഇമ്രാൻഖാൻ്റെ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ അഭിഭാഷകരെയോ ഇപ്പോൾ അദ്ദേഹത്തെ കാണിക്കുന്നില്ല. അദ്ദേഹത്തെ ഇവരൊക്കെ കണ്ടിട്ട് മാസങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ രോഗം ബാധിച്ച ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് മരിച്ചിട്ടുണ്ടാകാം എന്ന് വാർത്തകൾ പരക്കുകയാണ്. ഇങ്ങനെ ഒരു വാർത്ത സത്യമാണെങ്കിൽ വളരെ വലിയ പ്രക്ഷോഭം ഉടൻ ആരംഭിക്കുമെന്ന് ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫിൻ്റെ നേതാക്കന്മാർ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി നേതാക്കന്മാർക്കോ കുടുംബാംഗങ്ങൾക്കോ ഡോക്ടർമാർക്കോ അഭിഭാഷകർക്കോ ഇപ്പോൾ ഇമ്രാൻഖാനെ കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ പ്രക്ഷോഭം ഇസ്ലാമാബാദിലേക്ക് അവർ നടത്തിയാൽ പിടിച്ചു നിൽക്കാൻ സർക്കാരിനും പട്ടാളത്തിനും ബുദ്ധിമുട്ടാകും. അതിനു പുറമെയാണ് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് മുങ്ങിത്താഴുകയാണ് പാകിസ്ഥാൻ. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഭയക്കേണ്ടതില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് ഭരണകൂടം എടുത്തിരുന്നു. സൗദി അറേബ്യയും തുർക്കിയുമായിട്ടും പ്രതിരോധ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും ഇന്ത്യ ആക്രമിച്ചാൽ ഇനി വിവരമറിയുമെന്നും അവർ തള്ളിമറിക്കുന്നുണ്ട്. പക്ഷേ വിഷയം അതൊന്നുമല്ല. ഇന്ത്യക്ക് ഈ രാജ്യങ്ങളെയൊന്നും ഭയമില്ല എന്നുള്ളതാണ്.
അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്താൽ പോലും പാക് അധീന കശ്മീരിലേക്ക് കടന്നു കയറാനും അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനും ഇന്നിപ്പോൾ ഇന്ത്യക്ക് കെൽപ്പുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ആ ഓപ്പറേഷന് വേണ്ടി പാക് അധീന കശ്മീരിലെ ജനങ്ങൾ കുറച്ചുകൂടി പരുവപ്പെടേണ്ടതുണ്ട്. പ്രക്ഷോഭത്തെക്കുറിച്ചും അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളോട് പാക് സൈന്യം സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചുമെല്ലാം സസൂക്ഷ്മ നിരീക്ഷണം നടത്തിവരികയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ. എന്തായാലും പാക് അധീന കശ്മീർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ പോയതുപോലെ ഉടൻ പാക് അധീന കശ്മീരും പാകിസ്ഥാന് നഷ്ടപ്പെട്ടേക്കാം. പാക് താലിബാൻ പോരാളികൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖല പിടിച്ചെടുത്തു എന്നും വരാം. എന്തായാലും പാകിസ്ഥാൻ 4 കഷ്ണങ്ങളായി വിഘടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭം അതിൻ്റെ ഭാഗമാണ്. എത്ര വെടിവെച്ച് കൊന്നാലും അല്ലെങ്കിൽ എത്രമാത്രം വെടിയുണ്ട ചെലവാക്കിയാലും തങ്ങളുടെ ഉള്ളിലെ ആ പ്രക്ഷോഭത്തിൻ്റെ തീ തണുക്കില്ല അല്ലെങ്കിൽ അണയില്ല എന്നാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ ഉറപ്പിച്ചു പറയുന്നത്. ഭക്ഷണത്തിനും മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ അധീന കശ്മീരിൽ പ്രക്ഷോഭം നടത്തുന്ന ജമ്മു കാശ്മീർ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയും ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭവും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ത്യ മുതലെടുക്കാതിരിക്കാൻ വളരെ വലിയ പരിശ്രമം നടത്തുകയാണ് പാകിസ്ഥാൻ. പക്ഷേ അത് എത്ര നാൾ പാകിസ്ഥാന് ചെയ്യാൻ കഴിയുമെന്ന സംശയം ബാക്കിയാകുന്നു.